കാസർഗോഡ് MP വന്നതിന് ശേഷം അങ്ങനെ വലിയ മാറ്റങ്ങളായിട്ട് ഒന്നും തന്നെ ഈ നമ്മളെ ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. ഏത് സമയത്ത് നോക്കിയാലും നമുക്ക് MP ഈ നമ്മുടെ കാസർഗോഡ് മണ്ഡലത്തിൽ എല്ലാ മുക്കിൻ്റെ മൂലയിലും MP കാണാൻ പറ്റുന്നുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്ത് വിളി കേൾക്കുന്ന ഒരു MP ആണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. 10ൽ 1 കൊടുക്കാനില്ല എൻ്റെ അഭിപ്രായം. 10ൽ 2 മാർക്ക് കൊടുക്കാം. പത്തിലെത്ര? എന്നെ സ്നേഹിക്കുന്ന ഇടതുപക്ഷക്കാർ ഒരുപാട് ഈ മണ്ഡലത്തിലുണ്ട്. അതുപോലെ തന്നെ ഈശ്വര വിശ്വാസികളായ ഹിന്ദുക്കൾ, അവർ തീവ്രമായ BJP-കാരൊന്നുമല്ല. അവർക്കും എൻ്റെ നിലപാടുകൾ സ്വാഗതാർഹമാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിനതീതമായി അവർ എനിക്ക് വോട്ട് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ ജയിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, എന്നെ കാണാൻ ബ്രാഞ്ച് കമ്മിറ്റിയുടെ കത്ത് വേണ്ട, ലോക്കൽ കമ്മിറ്റി കത്ത് വേണ്ട, ഏരിയ കമ്മിറ്റി കത്ത് വേണ്ട, ഇടനിലക്കാർ വേണ്ട, പാർട്ടി ഓഫീസിൽ വന്ന് ക്യൂ നിൽക്കേണ്ട. കാസർഗോഡിൻ്റെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ ആരാണോ, അത് കോൺഗ്രസ് ആകാം, കമ്മ്യൂണിസ്റ്റ് ആകാം, ലീഗാകാം, CPI ആകാം, ആരാകാം, അവർക്ക് എന്നെ ഏത് സമയത്തും വിളിക്കാം, കാണാം. അതിനൊരു പവർ ബ്രോക്കർമാരുടെ ആവശ്യമില്ല. കാര്യം നേരിട്ട് ജനങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു MP-യെ അവർ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നത് ഞാനിവിടെ MP ആയതിനു ശേഷമാണ്. 35 വർഷക്കാലം LDF തുടർച്ചയായി വിജയിച്ച കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവും UDF സ്ഥാനാർത്ഥിയുമായിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ MP കഴിഞ്ഞ തവണ നേടിയ വിജയം ശ്രദ്ധേയമായിരുന്നു. ചെങ്കോട്ടയായി അറിയപ്പെടുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയും ജനകീയ മുഖവും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KP സതീഷ് ചന്ദ്രനെയാണ് പരാജയപ്പെടുത്തിയത്. 40,428 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ഉണ്ണിത്താൻ വിജയിച്ചപ്പോൾ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയുള്ള കാഞ്ഞങ്ങാട്, ഉദുമ, തൃക്കരിപ്പൂർ, കല്യാശ്ശേരി നിയോജക മണ്ഡലങ്ങളിൽ CPM-ന് വലിയ തരത്തിലുള്ള വോട്ടിടിവുണ്ടായതാണ് ഉണ്ണിത്താനെ വിജയത്തിലെത്തിച്ചത്. നാടിനെ നടുക്കിയ പെരിയ ഇരട്ട കൊലപാതകവും ശബരിമല വിഷയവും സജീവ ചർച്ചാ വിഷയമായത് കാര്യങ്ങൾ UDF-ന് അനുകൂലമാകുന്നതിന് പ്രധാന കാരണമായി. ഇതിലൂടെ ഇടതുപാളയങ്ങളിലെ വോട്ടുകൾ പോലും മത്സരത്തിനായി കാസർഗോഡ് വന്നിറങ്ങിയ ഉണ്ണിത്താന് ലഭിച്ചുവെന്നത് വസ്തുത. എന്നാൽ ആ രാഷ്ട്രീയക്കാറ്റ് ഇപ്പോൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇല്ല എന്നതും ഉണ്ണിത്താൻ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെ ഇഴകീറി പരിശോധിക്കലും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മത്സര പോരാട്ടം ഇക്കുറി കടുപ്പത്തിലാക്കുമെന്ന കാര്യം ഉറപ്പാണ്. വീണ്ടും മത്സരിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ മറുപടി ഇങ്ങനെ: 100% ആത്മവിശ്വാസമാണ് കാസർഗോഡ് ജനങ്ങളെ. ആ ജനങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു, ഒരവസരം കൂടി അവരെനിക്ക് നൽകും, യാതൊരു തർക്കവും വേണ്ട. അത് ജനങ്ങളിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങൾ എന്നെ അഭ്രപാളികളിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ, മിനി സ്ക്രീനിലൂടെ കണ്ടിട്ടുള്ളൂ. ആ മിനി സ്ക്രീനിലും അഭ്രപാളികൾ കണ്ട രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് അവരുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരാളായി മാറി, അവരുടെ കുടുംബത്തിലെ ഒരംഗമായി മാറി, അവരിൽ ഒരാളായി മാറി. അതുകൊണ്ട് കഴിഞ്ഞ തവണ കിട്ടിയ 40,438 ആയിരിക്കില്ല എൻ്റെ ഭൂരിപക്ഷം. കേരളത്തിലെ പ്രബലമായ ഒരു ചാനൽ പറഞ്ഞല്ലോ അതിൻ്റെ 3 ഇരട്ടി കിട്ടുമെന്ന്. അത് 4 ഇരട്ടി ആയാലും അത്ഭുതപ്പെടാനില്ല. സംസ്ഥാനത്ത് 5 റെയിൽവേ സ്റ്റേഷനുകൾ അമൃതഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ അതിൽ 2 എണ്ണം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ടത് പ്രധാന വികസന നേട്ടമായും MP ചൂണ്ടിക്കാട്ടുന്നു. റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആകെ 5 സ്റ്റേഷൻ അമൃത് ഭാരത് സ്റ്റേഷനാക്കിയപ്പോൾ അതിൽ 2 എണ്ണം എൻ്റെ പാർലമെൻറ്റത്തിൽ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു. ഒന്ന് പയ്യന്നൂർ 32.16 കോടി രൂപ അവിടെ, 2 കാസർഗോഡ് സ്റ്റേഷൻ 25.14 കോടി രൂപ. ഈ 2 സ്റ്റേഷനുകളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ 2 എസ്കലേറ്റർ വരാൻ പോകുന്നു, 2 സൗകര്യങ്ങൾ, പാർക്കിംഗ് അടക്കം എല്ലാ സൗകര്യങ്ങളും വർദ്ധിക്കാൻ പോകുന്നു. CPM-ന് മണ്ഡലം തിരിച്ചു പിടിക്കണമെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനോട് കിടപിടിക്കുന്ന മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കേണ്ടി വരും. എൻ്റെ മുൻഗാമിയായ ശ്രീ P. കരുണാകരൻ നമ്മുടെ കിനാനൂർ കരിന്തലത്ത് ആയുഷിൻ്റെ ഒരു യൂണിറ്റിന് തറക്കല്ലിട്ടു. അതിനുവേണ്ടി സ്ഥലം അനുവദിച്ചു. കഴിഞ്ഞ കുറേ കാലമായി നിരന്തരമായ ശ്രമത്തിൻ്റെ ഫലമായി 90 കോടി രൂപ ആയുഷിന് വേണ്ടി അനുവദിക്കാൻ എനിക്ക് കഴിഞ്ഞു. മാത്രമല്ല, പ്രധാനമന്ത്രി സഡക് യോജനയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോഡുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് അനുവദിപ്പിച്ചത് ഞാനാണ്. അതുപോലെ തന്നെ ചികിത്സാ സഹായം ഒരു MP-ക്ക് ഒരു വർഷം 36 പേർക്ക് 3 ലക്ഷം രൂപ അതിന് മുകളിലോട്ട് സഹായം കിട്ടും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ
ചികിത്സാ സഹായം ഞാനാണ് കാസർഗോഡ് വാങ്ങിച്ചു കൊടുത്തത്. നിരന്തരമായി അതിൻ്റെ പിന്നിൽ ഞാനുണ്ടായിരുന്നു. മാത്രമല്ല, വികസനത്തെ സംബന്ധിച്ചിടത്തോളം പട്ടികജാതിക്കാർക്ക് നിരവധി കമ്മ്യൂണിറ്റി ഹാളുകൾ നിർമ്മിച്ചു കൊടുത്തു. എന്മകഴി പഞ്ചായത്തിൽ, അതുപോലെ തന്നെ പടന്ന പഞ്ചായത്തിൽ, അതുപോലെ വെസ്റ്റ് എലേരി പഞ്ചായത്തിൽ, നിരവധി പഞ്ചായത്തുകൾ കമ്മ്യൂണിറ്റി ഹാള്, അവർക്ക് ശ്മശാനം. പട്ടികജാതിക്കാർക്ക് 55 ലക്ഷം രൂപ മുടക്കി കാസർഗോഡ് പട്ടണത്തിൻ്റെ നടുക്ക് ഞാനൊരു ടർഫ് കോർട്ട്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവരുടെ മക്കൾക്ക് വേണ്ടി ചെലവാക്കാൻ വേണ്ടി. നിരവധി സ്കൂളുകൾക്ക് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ കോവിഡ് മഹാമാരിയുടെ കാലത്ത് വാങ്ങിച്ചു കൊടുത്തു. കൂടാതെ എനിക്ക് 20 ലക്ഷം രൂപ പലിശ കിട്ടി. ആ പണത്തിന് പെരുമ്പട്ട സ്കൂളിന് ഒരു ബസ് വാങ്ങിച്ചു കൊടുത്തു. വേറെ നിരവധി സ്കൂളുകൾക്ക് 10 ബസ്സുകൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. 250 ഹൈമാസ് ലൈറ്റ് കാസർഗോഡ് മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇട്ടു. അതിൽ 125 എണ്ണം ഇട്ട് കഴിഞ്ഞു. ബാക്കി 120 എണ്ണം ഇട്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഞാൻ നിരവധി ആശുപത്രികൾക്ക്, മംഗൽപാടി ആശുപത്രി, ജനലാശുപത്രി കാസർഗോഡ്, ബൊബിക്കാനം ആശുപത്രി, അതുപോലെ മാട്ടൂർ പഞ്ചായത്ത്, ഇവർക്കെല്ലാം ആംബുലൻസുകൾ വാങ്ങിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങൾ മുൻകാലങ്ങളെ പോലെ അത്ര എളുപ്പമാകില്ല. പൊതുരംഗത്ത് ജനസമ്മതിയുള്ള പയ്യന്നൂർ, കല്യാശ്ശേരി നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്കാവും ഇത്തവണ പാർട്ടി പരിഗണന നൽകുക. രാജ്മോഹൻ ഉണ്ണിത്താന്റെ വികസനവാദങ്ങളെ പൊളിച്ചെഴുതുന്ന മറുപടിയാണ് എംപിക്കെതിരെ മത്സരിച്ചിരുന്ന LDF-ലെ KP സതീഷ് ചന്ദ്രൻ നൽകുന്നത്. അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങളും പറയാറുണ്ട്. ആ വാചകങ്ങൾ പറയുന്ന കാര്യത്തിൽ അദ്ദേഹം വല്യത്താനാണ്. പക്ഷേ നടത്തുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പോലെ തന്നെ ഉണ്ണിത്താനാണ്. കാരണം MP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ഒന്ന് പാർലമെൻറ്റിൽ മണ്ഡലത്തിലെയും സംസ്ഥാനത്തിലെയും നമ്മുടെ ദേശീയമായുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കലാണ്. ആ പ്രശ്നങ്ങളിൽ അദ്ദേഹം പരാജയം. പലപ്പോഴും പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ കേരളത്തിന് വേണ്ടിയോ മണ്ഡലത്തിന് വേണ്ടിയോ എന്നതിലുപരി കേരള സർക്കാരിനെതിരായ കാര്യങ്ങളാണ് പലപ്പോഴും ഉന്നയിച്ചത്. രണ്ടാമത്തെ പ്രശ്നം, ഈ 5 കൊല്ലത്തിനിടയിൽ മണ്ഡലത്തിന് വേണ്ടി വികസന പ്രശ്നങ്ങൾ നേടിയെടുക്കുന്നതിൽ അതിദയനീയമായ പരാജയമാണ്. ഈ 5 കൊല്ലത്തിനുള്ളിൽ ഈ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ അദ്ദേഹം മുഖേന അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ തുടങ്ങിയ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയുടെ പേര് അദ്ദേഹം പറയുമോ? ഇത്തരം ചോദ്യങ്ങൾ അദ്ദേഹം വഴുതി മാറുകയാണ്. നീലേശ്വരത്ത് ഒരു 2 ആഴ്ച മുമ്പ് നേത്രാവതിക്ക് സ്റ്റോപ്പ് അനുവദിക്കുക, അത് MP അറിഞ്ഞിട്ടേ ഇല്ല. അല്ലെങ്കിൽ അദ്ദേഹം അതിൻ്റെ അവകാശവാദമായി മുന്നോട്ട് വരികയും 5 ലക്ഷം രൂപ ഹൈമാസ് ലൈറ്റിന് കൊടുത്ത് അതിന് MP-യുടെ പടം വെച്ചാൽ 10 കോടി രൂപക്കും 20 കോടി രൂപക്കും 100 കോടി രൂപക്കും വികസന പ്രവർത്തനം നടത്തുന്ന മന്ത്രിമാരെ MLA-മാരെ വരെ പ്രതിഭ കണ്ടിരുന്നില്ലേ? ഇത് നിങ്ങൾ മാധ്യമക്കാരെ ഉന്നയിക്കേണ്ട പ്രശ്നമാണ്. അപ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പാർലമെൻറ്റ് അംഗമെന്ന പ്രവർത്തനത്തിൽ ഒരു ആവറേജ് മാർക്ക് പോലും ബഹുമാനായ MP-ക്ക് നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് ദൗർഭാഗ്യവശാൽ ഉള്ളത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ വികസനത്തിനായി സ്വന്തം ഉത്തരവാദിത്തത്തിൽ പുതിയ പദ്ധതികളൊന്നും MP കൊണ്ടുവന്നിട്ടില്ലെന്ന് BJP നേതാക്കളും ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഞാൻ ചെയ്തു, വന്ദേ ഭാരത് ട്രെയിൻ ഞാൻ കൊണ്ടുവന്നു, ഇവിടെ ഹൈവേയിലുള്ള പല പ്രശ്നങ്ങളും ഞാൻ തീർത്തു എന്ന് പറയുന്ന ഇവിടുത്തെ MP-ക്ക് തൻ്റെ സ്വന്തം ഇൻട്രസ്റ്റിൽ കാസർഗോഡിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ, കാസർഗോഡ് പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് MP തൻ്റെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവർത്തനം ജനസമൂഹത്തിന് കാണിക്കാനുള്ള സംവിധാനമുണ്ടോ? ഒരു പ്രവർത്തനവും ഇല്ല. ഇവിടെ ടാറ്റ ഹോസ്പിറ്റൽ വന്നു, ആ ടാറ്റ ഹോസ്പിറ്റൽ തിരികെ പോയി. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയിലെ നിലയിൽ ഇനി തിരിച്ച് ആ ടാറ്റ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് നടത്താനുണ്ട്. ഒരു പക്ഷേ ഇവിടെ മെഡിക്കൽ ഹോസ്പിറ്റൽ അനുവദിച്ചു, ആ മെഡിക്കൽ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം കൂടി മുമ്പോട്ട് പോകുന്നില്ല. ഒരു MP-ക്ക് തീർച്ചയായിട്ട് അവർ പിന്നെ അതിൽ തൻ്റെ ഈ കോൺസെൻസിൻ്റെ പ്രോബ്ലമുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ മുന്നോട്ട് പോകുന്ന സംവിധാനം ചെയ്തെന്നെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനെ സമീപിച്ചാൽ പിന്നെ എയിംസ് ഹോസ്പിറ്റൽ, അതുപോലെ ESI ഹോസ്പിറ്റൽ, അതുപോലെ പിന്നെ ഓരോ പിന്നെ ജില്ലയ്ക്ക് വേണ്ടിയതായ മെഡിക്കൽ കോളേജ്, സെൻട്രൽ ഗവൺമെൻറ് സ്കീമിൽ തന്നെ വരുന്ന മെഡിക്കൽ കോളേജ്, ഇതൊക്കെ തീർച്ചയായിട്ടും 5 വർഷത്തിൻ്റെ ഉള്ളിൽ ശ്രമിച്ചാൽ കാസർഗോഡിലേക്ക് കൊണ്ടുവരാമായിരുന്നു. പക്ഷെ അതിനു വേണ്ടിയ മുൻകൈ രാജ്മോഹൻ ഉണ്ണിത്താൻ എടുത്തില്ല. തീർച്ചയായിട്ടും കൂടി അയാൾക്കറിയാം അടുത്ത തിരഞ്ഞെടുപ്പിൽ എനിക്ക് ടിക്കറ്റ് കിട്ടാൻ പോകുന്നില്ല, അഥവാ ടിക്കറ്റ് കിട്ടിയാലും കൂടി ഞാൻ ജയിക്കാൻ പോകുന്നില്ല. ആരൊക്കെയോ ചെയ്ത പ്രവർത്തനങ്ങൾ, ആരൊക്കെയോ ചെയ്ത ഡെവലപ്മെൻറ്റുകൾ
അതൊക്കെ ഞാൻ ചെയ്തത് എന്നത് ചൂണ്ടിക്കാണിക്കുന്നതിനപ്പുറത്ത് രാജ്മോഹൻ ഉണ്ണിത്താനി ഇവിടെ തൻ്റെ MP എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്വത്തിൽ ചെയ്ത ഒരു വികസനവും കൂടി കാണിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ചോദ്യം അവർക്ക് 10ൽ എത്ര മാർക്ക് എന്ന് പറയുമ്പോൾ എനിക്കുള്ള മറുപടി 0 താഴെ പറയാൻ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് 10ൽ 0 മാത്രമേ അനുവദിക്കാൻ പറ്റൂ എന്നതാണ് എൻ്റെ അഭിപ്രായം. എൻഡോസൾഫാൻ വിഷയം ഇപ്പോഴും നീറുന്ന പ്രശ്നമാണ്. ഈ തെരഞ്ഞെടുപ്പിലും അത് ചർച്ചയാകും. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം പാർലമെൻറ്റിൽ എത്തിച്ചതിന് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് നന്ദിയുണ്ടായിരുന്നു. പക്ഷേ എൻഡോസൾഫാൻ ദുരിതബാധിതരെ സംബന്ധിച്ചിടത്തോളം ഇന്നും അവർ സമരത്തിലാണ്. പൂർണ്ണമായി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടില്ല, പരിഹരിച്ചിട്ടില്ല. എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന MP അദ്ദേഹം കുറേ കൂടി ജനകീയനായി കാസർഗോട്ടെ പ്രശ്നങ്ങളിൽ വലിയ രാഷ്ട്രീയം നോക്കാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇടപെടുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ കാസർഗോട്ടേക്ക് എത്തുമുണ്ടായ കാസർഗോഡിൻ്റെ ജനങ്ങളുടെ സ്നേഹവും ഇതൊക്കെ തന്നെ പിടിച്ചു പറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇത് മനസ്സിലായിട്ടുണ്ട്. കാസർഗോഡ് ജനതയുടെ എന്താണ് കാസർഗോട്ടിൻ്റെ ശബ്ദം എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ MP എന്നുള്ള നിലയിൽ പരിമിതമാണ്. അവരുടെ പരിമിതി പലപ്പോഴും എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് സംശയവും ബാക്കിയുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ഒരു 10ൽ 5 മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു. തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ മുൻകാലങ്ങളിലേതുപോലെ മുഖ്യമന്ത്രി നയിച്ച നവകേരള സദസ്സും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പദയാത്രയും പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ചേർന്ന് നടത്തുന്ന KPCC സമരാഗ്നിയുടെ ഉദ്ഘാടനവുമെല്ലാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള കാഹളം തീർത്ത് കാസർഗോഡ് നിന്നാണ് തുടങ്ങിയത്. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഉദ്ഘാടന യാത്രകൾക്കായി വന്നു ചേരുന്ന ഈ വടക്കൻ മണ്ഡലത്തിൽ ആരോഗ്യമേഖല ഇന്നും ഏറെ പിന്നോക്കം തന്നെ. റെയിൽവേ വികസന കാര്യങ്ങളിൽ മഞ്ചേശ്വരം, കുമ്പള, ഉപ്പള റെയിൽവേ സ്റ്റേഷനുകളെ ആരും തന്നെ തിരിഞ്ഞു നോക്കാറില്ല. മൂപ്പര് കുറച്ച് കല്യാണ വീടുകൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് മരണ വീടുകൾ പോയിട്ടുണ്ട്. എന്നല്ലാതെ ഒരു മാറ്റവും പിന്നെ നമ്മൾ ഈ മണ്ഡലത്തിലുണ്ടായിട്ട് ശരിക്കും മൂപ്പര് ഈ നാട്ടിന് വേണ്ടിയിട്ട് ഇപ്പോൾ പല രീതിയിലുള്ള ഇതെല്ലാം അനുഭവിക്കുന്ന അതിനെല്ലാം വേണ്ടിയിട്ട് ഒരു പിന്നെ പാർലമെൻറ്റിൽ എന്തെങ്കിലും അതിന് വേണ്ടിയിട്ട് ശബ്ദിക്കാനോ ഒന്നിൽ തന്നെ മൂപ്പര് വലുതായിട്ട് ഒരു മാറ്റവും ഈ പിന്നെ ഈ മണ്ഡലത്തിൽ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല. MBA കഴിഞ്ഞ MBAയേക്കാൾ ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം എനിക്കുള്ളത് ഒരു കല്യാണ വീട്ടിലായാലും മരണ വീട്ടിലായാലും അത് പാർട്ടി എന്നില്ലാതെ കണ്ട് തന്നെ എല്ലാ പ്രദേശങ്ങളിലും ഈ MP ഓടിയെത്തുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ആരും റെക്കമെൻഡ് ഇല്ലാതെ കണ്ട് ഏതൊരാൾക്കും ഏത് സമയത്തും MBA ഡയറക്റ്റ് ഫോൺ ചെയ്ത് സംസാരിച്ച് ഇന്ന കാര്യങ്ങളുണ്ട് അയാൾ പറഞ്ഞാൽ എന്ത് ആവശ്യത്തിന് പറഞ്ഞാലും അയാൾ ആ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു ടിക്കറ്റ് റിസർവേഷന് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ തന്നെ എന്നാൽ തന്നെ ആ PNR നമ്പർ അയച്ചെന്നാൽ മതി പറഞ്ഞാൽ ആ പിറ്റുന്ന ആളേക്ക് ആ ടിക്കറ്റ് വരെ കൺഫേം ചെയ്യുന്ന അവസ്ഥ നമുക്ക് MBയുടെ അടുത്ത് അനുഭവപ്പെട്ടിട്ടുണ്ട്. MBക്ക് 10ൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇന്നേതൊരു കാഴ്ചപ്പാട് ഒരു 7 മുതൽ 8 മാർക്ക് വരെ കൊടുക്കാൻ പറ്റും. സാധാരണക്കാരൻ്റെ സുഖത്തിലും ദുഃഖത്തിലും അദ്ദേഹം എപ്പോഴുമുണ്ട്. വികസന കാര്യത്തിൽ MP ഫണ്ട് 100% വിനിയോഗിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വളരെയേറെ ഭൂരിപക്ഷം ഉണ്ണിത്താൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ജനങ്ങളുടെ അംഗീകാരത്തോടു കൂടി ലഭിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. 10ൽ 9 കൊടുക്കണം എന്നാണ് എൻ്റെ വിലപ്പെട്ട അഭിപ്രായം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ 100 മാർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിലും തൃക്കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം 1-2 മാർക്കിൽ ഒതുങ്ങും. ഗതാഗത രംഗത്തും റെയിൽവേ രംഗത്തും ഒക്കെ ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത്തരം കാര്യങ്ങളിലൊന്നും തൃക്കരിപ്പൂരിൽ വികസനം എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. നമ്മുടെ തൃക്കരിപ്പൂരിനോട് എന്തെന്നറിയില്ല, എനിക്ക് ഒരു താല്പര്യവും കാണുന്നില്ല. പ്രാദേശിക ഫണ്ടിൽ നിന്നും തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ ഒന്നും തന്നെ MP ചെയ്തിട്ടില്ല. ബിഗ് സീറോ ആണ് നമ്മുടെ MPയുടെ പ്രവർത്തനം തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ. കാരണം UDFൻ്റെ സ്വന്തം പഞ്ചായത്താണ് തൃക്കരിപ്പൂർ. എന്നിട്ട് പോലും നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മുടെ MP വരവേറ്റത്. പക്ഷേ നമുക്ക് വലിയ നിരാശയുണ്ട് ആ കാര്യത്തിൽ. മണ്ഡലത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ണിത്താൻ നേടിയ വലിയ സ്വാധീനം UDFന് ഇത്തവണയും കെട്ടുറപ്പായി മാറും. അതേസമയം മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ചെങ്കോട്ട ഇളക്കി മറിക്കുന്ന പ്രചരണങ്ങളിലേക്ക് ഇടതുപക്ഷം കടക്കുമ്പോൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടം ബലാബലങ്ങളുടെ പുതിയ കളം തീർക്കും. ഒപ്പം വോട്ട് ബാങ്ക് ഉയർത്താനായി നിർണായക നീക്കങ്ങളുമായി NDAയും പ്രചരണത്തിൽ സജീവമാകും. 10ൽ എത്ര?